കന്നഡ സൂപ്പർ താരം ദർശനും സുഹൃത്തുക്കളും ചേർന്ന് രേണുകാസ്വാമി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന കേസിൽ കർണാടക പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. രേണുകാസ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പ്രതികൾ ഷോക്കടിപ്പിച്ചെന്നും ശരീരത്തിൽ 39 മുറിവുകൾ കണ്ടെത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതികൾ പകർത്തിയ വിവസ്ത്രനായി കേണപേക്ഷിക്കുന്ന രേണുകാസ്വാമിയുടെ ചിത്രങ്ങളും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കൊലപാതക കേസ് അന്വേഷിക്കുന്ന കർണാടക പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ജയിലിൽ കഴിയുന്ന ദർശന്റെയും നടി പവിത്ര ഗൗഡയുടെയും പങ്കിനെക്കുറിച്ചും അവരുടെ മനുഷ്യത്വരഹിതമായ പീഡനത്തെക്കുറിച്ചും വിശദമാകുന്നതാണ് 3991 പേജുകളുള്ള കുറ്റപത്രം. കൊല്ലപ്പെടുന്നതിന് മുൻപ് ശേഷവും പ്രതികൾ രേണുകാസ്വാമിയുടെ ചിത്രങ്ങൾ പകർത്തിയെന്നാണ് പോലീസ് പറയുന്നത്. വിവസ്ത്രനായി കേണപേക്ഷിക്കുന്ന രേണുകാസ്വാമിയുടെ ചിത്രവും മൃതദേഹത്തിന്റെ ചിത്രവുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ദർശനും സംഘവും മർദ്ദിച്ചതിനെ തുടർന്ന് രേണുകാസ്വാമിയുടെ നെഞ്ചിലെ എല്ലുകൾ തകർത്തിടുന്നു. ശരീരത്തിലുടനീളം 39 മുറിവുകളുണ്ട്. തലയിലും ആഴത്തിലുള്ള മുറിവുണ്ട്. കുറ്റപത്രത്തിൽ പറയുന്നു, രേണുകാസ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ ഇൻസുലേഷൻ പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്ന മെഗർ മെഷീൻ എന്ന വൈദ്യുതി ഉപകരണമാണ് സംഘം ഉപയോഗിച്ചതെന്നും രേണുകാസ്വാമി വെട്ടേറ്റ് കൊല്ലപ്പെടുന്നതിന് മുൻപ് കേട്ടുകേൾവിയില്ലാത്തതും മനുഷ്യത്വരഹിതമായ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രത്തിലുണ്ട്. കൊലപാതകത്തിന് ശേഷം ദർശനും പവിത്ര ഗൗഡയും മറ്റു പ്രതികളും ചേർന്ന് മൃതദേഹം സംസ്കരിച്ചെന്നും പണവും സ്വാധീനവും ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കുറ്റാരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വ്യക്തികളെ കൊടുക്കാനും ഇവർ ശ്രമിച്ചു. ദർശനിൽ നിന്ന് പിടിച്ചെടുത്ത വസ്ത്രങ്ങളിൽ രേണുകാസ്വാമിയുടെ രക്തത്തിന്റെ അംശം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, തടങ്കലിൽ വെക്കൽ, പീഡനം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ദർശനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ദർശൻ പിശാച് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി മൈസൂരുവിലേക്ക് പോയിരുന്നു. തുടർന്ന് SP ചന്ദൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള ബംഗളൂരു പോലീസാണ് ഇയാളെ ഒരു ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കുറ്റപത്രത്തിൽ 1-ാം പ്രതിയായി നടി പവിത്രയും 2-ാം പ്രതിയായി ദർശനയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുൾപ്പെടെ 14 പ്രതികളാണ് കേസിലുള്ളത്. അതിനിടെ ദർശനെ 2-ാം പ്രതിയാക്കിയതോടെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് ഇയാളുടെ അഭിഭാഷക സംഘം. എന്നാൽ ജയിലിൽ ആഡംബര സൗകര്യങ്ങൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട പുതിയ 3 കേസുകളിൽ കൂടി ദർശൻ പ്രതിയായതിനാൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ പറയുന്നത്. ദർശൻ എന്ന നടനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.